നമുക്ക് ഈ വെള്ളമൊക്കെ പാടി കിടക്കുന്നില്ലേ, ഒരു കാലത്ത് വെള്ളം ആ നിലപ്പുള്ള, ഒരു കാലത്തൊന്നല്ല, നമ്മുടെയൊക്കെ ചെറുപ്പത്തിലും എല്ലാ കാലത്തും അതുള്ള അതിൽ തന്ന് വെള്ളം പോകാറ് ഇവിടെ. അപ്പറേ ഒരു കാലം, ഒരു പൊങ്ങിയ കാലമുണ്ട്, ആ കല്ല് നേക്കുമെന്ന് മാത്രമേ ഉള്ളൂ, അടിയോട് തന്നിട്ട്. അപ്പം അതിലൊക്കെ ഇറങ്ങിക്കറിയല്ലേ എല്ലാവരും. കർഷകനായ സുകുമാരൻ ചേട്ടന്റെ ഓർമ്മയിൽ മീനച്ചിലാറിങ്ങനെ കണ്ണീർ ചാലായി മാറിയിട്ടില്ല. പലയിടത്തും പുഴ വറ്റി വരണ്ടു. മൂന്നാൾ താഴ്ചയുണ്ടായിരുന്ന കണ്ണനാഗരി കയത്തിലും തോട്ടപ്പടിക്കടവിലും മുങ്ങി നിവരാൻ പോലും വെള്ളമില്ല. ഭാരതപ്പുഴയിലേതിന് സമാനമായ കാഴ്ചയാണ് മീനച്ചിലാറിന്റെ പല ഭാഗത്തും. ലോക തണ്ണീർത്തട ദിനത്തിൽ ജലം സംരക്ഷിക്കാൻ വൈകരുതേ എന്ന മുന്നറിയിപ്പാണ് മീനച്ചിലാറ്റിലെ കാഴ്ചകൾ നൽകുന്നത്. മീനച്ചിലാറിനെ ഉപജീവിച്ചു കഴിയുന്ന ലക്ഷക്കണക്കിന് ജനങ്ങളെയാണ് പുഴയിലെ ജലനിരപ്പ് ആശങ്കപ്പെടുത്തുന്നത്. കോട്ടയം നഗരത്തിലേക്കുൾപ്പെടെ നിരവധി പ്രദേശങ്ങളിലേക്കുള്ള കുടിവെള്ള വിതരണത്തെയും വരൾച്ച ബാധിച്ചു തുടങ്ങി. ജില്ലയുടെ തെക്കേ അതിരുപറ്റി ഒഴുകുന്ന മണിമലയാറ്റിലെ കാഴ്ചയും വ്യത്യസ്തമല്ല. പുഴ ഇവിടെ വെറും പാറക്കൂട്ടങ്ങളാണ്. ഈ സ്ഥിതി തുടർന്നാൽ വെള്ളം കിട്ടാതെ ഏക്കർ കണക്കിന് കൃഷി നശിക്കും. ഒപ്പം കുടിവെള്ളം കിട്ടാതെ ലക്ഷക്കണക്കിന് മനുഷ്യരും വലയും. ഇത്തരത്തിലൊരു വരൾച്ച മുൻപെങ്ങും കണ്ടിട്ടില്ലെന്നാണ് പഴമക്കാർ പറയുന്നത്. വേനൽ കടന്നുപോകാൻ ഇനിയും മാസങ്ങളുണ്ടെന്നിരിക്കെ കുടിവെള്ളത്തിനായി ഇനി എന്തു ചെയ്യുമെന്ന ആശങ്കയാണ് മീനച്ചിലാറിന്റെ തീരത്തുനിന്നും ഉയരുന്നത്. ക്യാമറമാൻ ടി കെ ജോമിനൊപ്പം കെ ബി ശ്രീധരൻ, മാതൃഭൂമി ന്യൂസ്, കോട്ടയം.